ഹലോ ആരാ? ഞാൻ ആരാധകനാണ് മാഡം. ആധാരം എടുത്തു തരണ? അയ്യോ, ആധാരം എഴുത്തുകാരനല്ല, ആരാധകനാണ്. മാഡത്തിന്റെ ലേറ്റസ്റ്റ് പടം ഞാൻ കണ്ടായിരുന്നു, സൂപ്പർ ആയിരുന്നു. ആണോ? ഞാനിപ്പോ ഒരു 4-5 സിനിമകൾ അഭിനയിച്ചായിരുന്നു. അതിൽ ഏത് സിനിമയാ ഇപ്പൊ റിലീസ് ആയതാണോ? മാഡം നന്നായി മലയാളം പറയുന്നുണ്ടല്ലോ. ഞാൻ വിചാരിച്ചു തമിഴും തെലുങ്കും മാത്രം അറിയത്തുള്ളൂ. ഓഹോ, മലയാളം എനിക്ക് എല്ലാ ഭാഷകളും അറിയാം. എന്റെ വീട്ടിൽ മൊത്തം മാഡത്തിന്റെ ഫോട്ടോയാണ്. സായി പല്ലവിയാണ് എന്റെ വീടിന്റെ ഐശ്വര്യം. അയ്യോ സോറി കേട്ടോ, ഞാനിപ്പോ ഷൂട്ടിലാണ്. ഞാൻ തിരിച്ചങ്ങോട്ട് വിളിച്ചാ മതിയോ? ഓ ശരി, ഓക്കെ ഓക്കെ, ബൈ ബൈ ബൈ. ഏത് ഷൂട്ടിലടി നീ? അതൊക്കെ ഉണ്ട് ചേച്ചി. ചേച്ചി എന്നെ കാണാൻ പല്ലവി പോലെയാണോ? പല്ലവിയെ? ഏത് പല്ലവി? സായി പല്ലവി. സായി പല്ലവിയ? അവനിവിടെ ഇല്ല. പ്രേമ സിനിമയ്ക്കകത്ത് വന്നില്ലേ ഇവിടെ മലർ മിസ്? ഓ മലര്. എനിക്കിഷ്ടല്ല. ആരെ? ഈ പറഞ്ഞ ആളിനെ. നിനക്കൊരു കാര്യം അറിയോ? എന്താ? കഴിഞ്ഞ ആഴ്ച ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോഴേ ഒരു ചെറുക്കൻ ഓട്ടോഗ്രാഫുമായിട്ട് ഓടി വന്നിട്ട് നയൻതാരയില്ലേ ഒരു ഓട്ടോഗ്രാഫ് വരുമോന്ന്. അവിടെ നയൻതാര ഉണ്ടായിരുന്നോ? എടി ഞാൻ എന്നെ അടി. ചേച്ചിയോ? നയൻതാര ഏത് സൈഡാ? എന്താ? അതാണോ? അയ്യോ പാവല്ലേ പയ്യൻ. എനിക്കുണ്ട് അനുഭവങ്ങള്. ഞാൻ ഈ ഷോപ്പിങ്ങിനും കല്യാണത്തിനൊക്കെ പോകുമ്പോഴേ ഞാൻ ഏതോ വലിയ സിനിമാ നടിയെന്ന് വിചാരിച്ചേ പിള്ളേര് ഫോട്ടോ എടുക്കാനൊക്കെ വരും. ആ എനിക്ക് പോയി. ഞാൻ പക്ഷെ അതൊന്നും ജാടയൊന്നും കാണിക്കാറില്ല. വീണ്ടും അടിക്കുന്നു. ഹലോ പറയൂ. സായി പല്ലവിയാണ്. എന്താ? ഓ ഓക്കെ ഓക്കെ, ഞാനിന്ന് അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കട്ടെ. ഇവിടെ ചിലരൊക്കെ ചെവി കോർത്ത് നിൽക്കുക. താങ്ക് യു. ശരി ശരി. ആ ഓക്കെ. എന്തോ ഞാൻ പോണ് ആര് പോണെന്ന്? ഫോണ് കൊറേ ആരാധകന്മാരിപ്പോ വിളി തുടങ്ങിയിട്ടുണ്ട്. അതെ, ഞാൻ ഒരു കാര്യം അങ്ങോട്ട് പറയാനായിട്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ എല്ലാരും അറിഞ്ഞതിന് ശേഷം പറയാന്നാണ് ഞാൻ വിചാരിച്ചത്. കോള് 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 നിരത്തിക്കോള്. നിരത്തിക്കോളല്ലേ? എനിക്കും തോന്നി. ഇതാരെന്നാ പറഞ്ഞത്? ആരാധകന്മാരെന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് നല്ല ഡൗട്ടുണ്ട്. പക്ഷേ ഈ ആരാധന മൂത്ത് വിഗ്രഹം അടിച്ചോണ്ട് പോകാതിരുന്നാ കൊള്ളാം. ഇങ്ങനെയാണെങ്കിൽ പോവും. പണിയാവുമല്ലോ മുത്തോണ നമുക്ക്. നല്ല പണിയാവും. അപ്പൊ ശരിക്കും നിരീക്ഷിക്കണം. നല്ല വണ്ണം നിരീക്ഷിക്കണം. അടുത്ത പടം ഞാൻ തീരുമാനിച്ചിട്ടൊന്നും. ചിലപ്പോ അല്ലു അർജുനോ ടോവിനോ ആയിരിക്കും, അല്ലെങ്കിൽ രജനി. ഓ അത് ഞാൻ നിങ്ങളുടെ സമയം പറയാം. ശരി ശരി ശരി. ഓ ശരി. തൊണ്ട നനയ്ക്കാൻ കുറച്ച് വെള്ളം തരാന്. എങ്ങനെ കേൾക്കാനാ? കേക്കത്തില്ല. 24 മണിക്കൂർ ഈ ഫോൺ ഇങ്ങനെ ചെവിക്കാത്ത. ഓ എന്റെ ദൈവമേ. ശരി ശരി. ഇത് ഇച്ചിരി കൂടുതലാ കേട്ടോ. ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യണേ. അമ്മ കുടിച്ചിട്ട് ബാക്കി വെച്ചിരുന്നാ മതി. ഇതിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മുടെ ഫോൺ വിളിയുടെ കാര്യം കുറച്ച് കൂടുതലാ. അതല്ലേ അമ്മ രസം. ഞാൻ വലിയ സിനിമാ നടിന്നും പറഞ്ഞേ എന്നെ ആരൊക്കെയോ വിളിക്കുന്നുണ്ട്. എന്ത് ചെയ്യാനാ? അയ്യോടാ, അത് ശരി. അതാണ് കാര്യം. അതെ, ഞാൻ അവരെ പറ്റിച്ചോണ്ടിരിക്കുവാണ്. ഒരു കാര്യം ഞാൻ പറയാം, ഇനി തൊട്ട് ഇങ്ങനത്തെ ഫോൺ കോളുകൾ എടുക്കാതിരിക്കുക കേട്ടോ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.